മക്കിലി ആരുമില്ലേ? അച്ഛാ 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 കണ്ണു തുറക്കച്ച, അച്ഛാ കണ്ണു തുറക്കച്ച. അയ്യോ നിന്റെ കണ്ണി കുരു ഉണ്ടാടി. എങ്ങനെ കണ്ടു നമ്മൾ അച്ഛൻ എങ്ങനെ കണ്ണു തുറക്കണത്? അയ്യോ ചേച്ചി, ചേച്ചി കേക്ക് മുറിക്കട്ടെ ചേച്ചി. നിന്റെ അച്ഛൻ ചത്തമ്മ കേക്ക് മുറിച്ച് ആഘോഷിക്കോടാ, ആഘോഷിക്കുവാന്ന്. കേക്ക് എന്നല്ല പറഞ്ഞത്, കേക്ക് മുറിക്കട്ടാന്ന്. മുറിച്ചോ? മുറിക്കുമ്പോ ചണ്ടാ മുറിക്കല്ലേടാ. കറക്റ്റ് അളവിൽ മുറിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അലമാര ഒരു കട്ടിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പറയണത്? ഈ പെട്ടെന്ന് പോയി ചേച്ചി മാവ് മുറിക്കട്ടാ. മുറിച്ചോ? മുറിക്കുമ്പോ നോക്കി കണ്ട് മുറിക്കണേ. എന്റെ കൊച്ചിന് പഠിക്കാനുള്ള ഒരു വേഷം ഉണ്ടാക്കാനുള്ളതാണ്. ഈ പെട്ടെന്ന് എന്തിനു പറയണത്? അങ്ങനെ ദഹിപ്പിക്കണ്ടേ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പറയുന്ന തുണ്ടുകളെ കൊടുത്തത് നോക്കണ. ഒന്നാം കണക്കിന് ഒരു മരണമാണ്. എനിക്കാണെങ്കിൽ ഇതൊക്കെ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് കാണാൻ ഇഷ്ടം. എന്തോന്ന്? തുണ്ട് കാണാൻ രസം പറഞ്ഞു. അയ്യോ ഞാനിതറിയാം, മീറ്റർ ഇടിക്കുന്ന ആളാണ്. ചേട്ടോ, ഇവിടുത്തെ പീസ് എവിടെ ഇരിക്കുന്നത്? ഈ വീട്ടിലെ രണ്ട് മുതുക്ക് പീസുകളെ ഇവിടുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങളെ കാണുന്നത് നോക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വായിക്കാൻ പറ്റുണ്ടോ? വായിക്കണം, വായിക്കാൻ പറ്റും. സമയമായി വായിക്കാൻ പറ്റും. തുമ്പോട്ട് വേദന എന്റെ അമ്മ മരിച്ചപ്പോ പിന്നെ ഈ വീട്ടിൽ ഉണ്ടാക്കട്ടെ. നിങ്ങളെ മനസ്സടിയില്ലേ? മരിച്ച പുള്ളിയെ ഇളയ മോളാണ്, അവളെ മാപ്പയാണ് ചിത്രാമ്പരൻ. ചിത്രാമ്പര? ഓ, എന്റെ അച്ഛൻ മരിച്ചുപോയി. നീ അച്ഛനെ ചോദിക്കാൻ ചോദിക്കും. ഓർത്ത മോഹ എല്ലാം വെട്ടിവാരി കൊടുത്തിട്ട് പട്ടി നീ ഇളയവർക്കെല്ലാം കൊടുത്താടാ. നിനക്ക് ചത്തിടക്കാൻ നാളെ പിന്നെ 3.5 സെന്റ് കിടക്കണ എന്റെ പ്രമാണം കൂടെ എടുത്ത് ഈ ചത്ത ഭഗവാനും ഉണ്ടായിരുന്നു ഞാൻ ഇട്ട് കൊടുക്കാൻ. നിങ്ങൾക്കാണ് ഭ്രാന്താണ് നീ സംസാരിക്കണ. മൂട് മാറ്റാതെ കയ്യറി ഇങ്ങനെ വിളിച്ചു വിളിച്ചാണ് 3-4 തൊട്ടിൽ കിടന്ന് ആടി തിമിർക്കുന്നത്. മര്യാദയ്ക്കുള്ളത് ഒരു മരണ വീടാണ്. വെച്ചാൽ അണ്ണ വന്ന ഞാൻ തോന്നിരിക്കാതെ ആറ്റിങ്ങലെ ലോഡ്ജിലെ എല്ലാ റെഡിന്ന് പിടിച്ച് എവരെ നീ ഏത് റെഡി കൊണ്ട് ഞാൻ കേട്ടാ. എന്റെ കുടുംബത്തിനോട് മോശമായിട്ട് സംസാരിക്കണം നീ. എന്റെ കുടുംബം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ദിവ്യത്തോടെ കുടുംബം അറിയാമോ? എന്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ദിവ്യനായിരുന്നു. പിന്നെ ഒരു ദിവസം രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തില് അപ്പൂപ്പൻ ധ്യാനിക്കാൻ വേണ്ടി ചെന്നെങ്കിൽ ഇരുന്നതും ദൂരെ നിന്നൊരു ദിവ്യ വെളിച്ചം വന്ന് എന്റെ അപ്പൂപ്പനെ ഉടനോട് സ്വർഗത്ത് കൊണ്ടുപോയി. എന്നാലും റെയിൽവേ ട്രാക്കിൽ ടൂറായിരുന്നപ്പോ ട്രെയിൻ കൊണ്ടുപോയെന്ന് പറയുന്നത്. അതിന് ബാക്കിയുള്ളവർക്ക് നാണക്കേടായി പോണെങ്കിലോ ചീമാട്ടി ചിത്രാമ്പര നീ അങ്ങനെ സംസാരിക്കില്ലേ? ഒന്നിൽ നിങ്ങൾ ഓഹരിയുടെ പരിശീലനം. അയ്യോ ഓഹരിയുടെ കാര്യം പറയണ. എടാ ബറാറാവിന് കൂത്തിപ്പെട്ടിയ 75 കണ്ണുള്ള ഒരു തോറ്റോട് എനിക്ക് ഓഹരിയായിട്ട് തന്നത് നിനക്കറിയാ? ഒന്നുമില്ലെങ്കിൽ അണ്ണാ, നാട്ടിൽ അറിയപ്പെടുന്നത് നാദസ്വര വിദ്വാനല്ലേ? അതിന്റെ പേരും പെരുമയിലല്ലേ നീ നാട്ടിലിറങ്ങുമ്പോ അറിയപ്പെടുന്നത്? അയ്യോ പേരും പെരുമയും പറയില്ലേ. എടാ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. മറുപടി വരണമല്ലോ, കല്യാണം കഴിച്ചുകൊണ്ടിട്ടുണ്ട് വരണമല്ലോ, കഴിവുണ്ട്. എടാ ഞാൻ ഇതിനൊക്കെ ചെയ്ത് ബാങ്കിട്ട് ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയത് ആ കടക്കാരൻ പറയുന്നു ദാണ്ട ഊത്തിന്റെ മരുമ പോണെന്ന്. അന്ന് തുടങ്ങിയതാണ് റെഫറൻസ്. അതെ തിരുമേനി പിന്നെ അറിഞ്ഞ് കിടക്കേണ്ട സമയം കഴിഞ്ഞ അച്ഛനെ എന്താ പറയേണ്ടത്? വലിച്ചു കീറി ചൂളപ്പൊടി കണക്ക് വെച്ചിരിക്കുന്ന യവന്റെ ചുണ്ടിച്ചെന്ന് നീ എങ്ങനെയാണ് ഒരു അന്ത്യചുംബനം കൊടുക്കണം? എന്നാലും ഒരു രണ്ട് ക്ലാസ്സിലേക്ക് കവറ് ചാനലും വെച്ചോണ്ടാണ്
ചത്തു വന്നു. എടാ, ഞാൻ അവൻ ചാവാൻ നേരത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന യൂറിൻ ബാഗാണ്. പട്ടിണി കഴിഞ്ഞാണ് വേണം. അപ്പൊ ഇത് ഉപ്പുണ്ടല്ലോ, കാര്യങ്ങളിലായില്ലേ? എന്റെ അച്ഛൻ അവസാനത്തിന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എന്റെ അച്ഛന്റെ ചിതാഭസ്മം നീ വർക്കല പാപനാശത്തിന് കൊണ്ട് കൊടുക്കണ. ഒരിക്കലും സാധിക്കില്ല. അതായത് സീസണാണ് വരാൻ പോണത്. ഈ ചിതാഭസ്മം വർക്കല പാപനാശത്തിലൊന്ന് ഒഴിക്കാൻ മദാമ്മമാര് കൊച്ചു നിക്കറുകൊണ്ട് ഇറങ്ങും. ഈ ഭസ്മം കയറി അള്ളം. ഞാൻ അതിനെ കൂടെ വന്ന് ഈ കല്ലറ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഓച്ചാലം കേട്ടാ. നീ അങ്ങനെ നമ്മൾ അച്ഛൻ മരിച്ചിട്ടില്ല. പലരും പറയാറുണ്ട് നിനക്ക് കടവക്കാരൻ മണിയന്റെ ചായയാണെന്ന്. അപ്പോൾ ഞാൻ എന്റെ അച്ഛന്റെ ആത്മാവിന്റെ എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. എടാ, ഇവിടെ കടലിലൂടെയുള്ള ചന്ദ്രി ഇങ്ങോട്ട് പോയിട്ടോ. ചന്ദ്രി കുളിക്കാൻ തോന്നിലോട്ട് പോയി. അപ്പൊ എങ്ങും പോലും നിന്റെ അച്ഛന്റെ ആത്മാവ് ആ കോട്ടിന്റെ മേലിൽ കിടന്ന് കറങ്ങിട്ടായിരുന്നു. അത് പണ്ട് ഒരു കേസാണ് ചന്ദ്രി. ആ വീട്ടിലെ സ്ഥലം മാറില്ല കേട്ടോ. അത് പേടിക്കണ്ട. ഇവിടെ പക്ഷെ എനിക്കൊരു കേസ് പറയുള്ളൂ. ആ അണ്ണൻ ഇപ്പോഴൊന്നും മരിയ ആളായത് പാവ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. എടാ, ഇത് പറഞ്ഞോണ്ട് നീ 9ാമത്തെ പഴം അറിഞ്ഞു കഴിക്കുന്നത്. ഇനിയിപ്പോ ഈ സഞ്ചാരത്തിൽ വന്നിട്ട് കാളമുണ്ട് ആറ്റിയുടെ വായു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒത്തുവന്നിരുന്നു ഈ മറുപടി ആത്മാവിനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചിതയിൽ കൊണ്ട് വെക്കണോ കൊണ്ടുവന്നത് നിന്റെ അമ്മാവിന് ഏറ്റവും ഇഷ്ടമുള്ള അരിയുന്ന ഈ ആത്മാവിന് ഭാരം ഉണ്ടാകാം. മരിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടേ കൊണ്ട് എങ്ങനെ പറക്കൂടാ? അല്ലെങ്കിൽ കൊണ്ട് നീ നിനക്ക് ബോധം ഉണ്ടാ കൊച്ചെങ്കിലും. അല്ല എന്തോന്നേരം കുറച്ചു നീ കത്തിച്ചിട്ട് മേലോട്ടല്ലേ പറഞ്ഞത്. എന്നിട്ട് നാട്ടുകാർ വേണം അമ്മാവിന്റെ ഉണ്ട കത്തിച്ചവനാണ് ഞാൻ. ഞാൻ പോരാ എനിക്ക് വട്ടവാനുണ്ടായി. ഇവരെയൊക്കെ ആരാൻ ഈ സഞ്ചാര വീട്ടിലോട്ട് ഓക്കെ, അത് വേണ്ട. നിന്റെ അമ്മാവിന് ഏറ്റവും ഇഷ്ടമുള്ള വേറെ ഐറ്റം എന്താണ്? ശംഭു. ഇതാ ഇത്രയും ഫെലോഷിപ്പ് കാര്യം ഒരു നാദസ്വരം വിദ്വാന് ശമ്പോടാ കൊടുക്കണം. എടാ, നിനക്ക് കുറച്ചൊക്കെ ബോധം ഉണ്ടാണ് നിനക്ക്. എടാ ഷൈജു, അത് നീ നേരത്തെ എന്നോട് പറയണം. അത് ഇപ്പോൾ പറഞ്ഞ കാര്യം കൂൾ. നീ എന്നെ എനിക്കറിയാം എത്ര ചെയ്യണമെന്ന് ഞാൻ ചെയ്യണമെന്ന്. കൂൾ. നീ പോരാ. എടാ, കൂളായിരുന്ന അവസാന നിമിഷം വെച്ചുകൊണ്ടിരുന്ന ചമ്പ് വെച്ച് പൊത്ത് പോയില്ല. ഇല്ല കൂളില്ലേ, അതല്ലേ വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ മറ്റേ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നോട്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ പോയി മരം മുറിച്ചിടാം. അതാണ് കറക്റ്റ്. ഓക്കെ കേട്ടാ, ഞാനെങ്കിൽ റബ്ബറിന്റെ മരം കേട്ടാ. ഇവനെ ഒരിക്കലും ഇവനെ പ്ലാവിലോ ചന്ദനത്തിലോ കത്തിക്കരുത്. കൂടിന്റെ ചുള്ളിയിലും ഇവനെ പോച്ചു വിടണം. അത്രയ്ക്ക് വൃത്തിയുടെ മഹാ പാവിയാണ് ഈ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. നിനക്കും അല്ലാതെ പിന്നെ ഓരോരുത്തർ